അവിടെ ഇല്ല, മാറ്റി. എന്ത് തപ്പിയത്? എന്തോന്ന് തപ്പിയത്? പൈസ. ഓ, ഈ വീട്ടില് അതിനും വേണ്ടി പൈസ നീ നോട്ടടിച്ച് വെച്ചിട്ടൊന്നുമില്ലല്ലോ? ഉണ്ട്. അല്ല, പൈസ അല്ലാതെ എനിക്ക് വേറൊന്നും തപ്പാൻ പാടില്ല. തീരെ ഇതാവല്ലേ തക്കാം കേട്ടോ, ആവശ്യത്തിനായ കൊള്ളാം. ഓരോ രാഷ്ട്രീയക്കാർ കള്ളത്തരം അഴിമതി കാണിച്ച് കുടുംബക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇത് പാർട്ടിക്കും ഗുണമില്ല, കുടുംബത്തിനും ഗുണമില്ല. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ഞാൻ അങ്ങനെ കൈയിട്ട് വാരുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല. കൈയിട്ട് വാരിയതോ? ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ഞാൻ ഇതിനകത്ത് പൈസ എല്ലാം തപ്പിയത്. ഞാൻ തപ്പിയ സാധനം വേറെ സാധനം. ഇതാണെങ്കിലോ? ഇതെന്തിനു പുഴുങ്ങി തിന്നാനോ? ചിലപ്പോ ഞാൻ പുഴുങ്ങി തിന്നോടിയത്. നോണ പറയുമ്പോ പിന്നെ ആരും ഒന്നും പറഞ്ഞു തരണ്ട. കണ്ണൊക്കെ നല്ലോണം അങ്ങ് മുഴിയും. അതിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും സത്യമാണെന്ന്. നിന്നോട് കൂടുതൽ വർത്താനം പറയാനുള്ള സമയം എനിക്കിപ്പോ ഇല്ല കേട്ടോ. എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അത് ഫ്യൂസ് ആയതാ. എനിക്കറിയാം ഇത് ഫീസ് ആയതാണെന്ന്. സംഭവം ഒരു സമാധാനം ഇല്ലാത്തൊരു വീട് തന്നെ ഇത്. ഒരു രീതിയിലും മനുഷ്യനെ ജീവിക്കാൻ പ്രധാനമന്ത്രി എന്തിനാണാവോ ഈ പാവപ്പെട്ടൻ്റെ വീട്ടിലേക്ക് വന്നത്? തീയാക്കാനാണോ? നേതാവ് എന്നോട് ക്ഷമിക്കണം. നേതാവോ? ആര്? ഞാനോ? നിന്റെ നേതാവ് അൻസാറല്ലേ ഇവിടെ? എന്താണാവോ വരവിന്റെ ഉദ്ദേശം? എനിക്ക് നേതാവിന്റെ കൂടെ നിൽക്കണം. ഓ, നേതാവില്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അപ്പൊ എന്തായാലും നീ കഞ്ഞിയാണെന്നുള്ള കാര്യം സംഭവിച്ചല്ലോ, വലിയ സന്തോഷം. അല്ല, പോയിട്ട് എന്തോ ആയി? ഇപ്പൊ അങ്ങ് മല മറിച്ച് കളയെന്ന് പറഞ്ഞിട്ട് എന്ത് ഒന്നും നടന്നില്ല അല്ലേ? എടാ, ഇങ്ങനെയൊക്കെ ആവൂ എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം. എടാ, നമ്മളൊരു ചെറിയ പാർട്ടി, നമ്മളിങ്ങനെ അങ്ങ് ജീവിച്ചു പോട്ട്. എന്ത് നിനക്ക് നാ ഇറങ്ങി പോയാ? ഞങ്ങള് ഒരു കോളും കൊണ്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളോ? അതാര്? ഞാനും ബാബുക്കുട്ടനും. ബാബുക്കുട്ടനോ? ബാബുക്കുട്ട പോയവരൊക്കെ തിരിച്ചു വരികയാണല്ലോ. അയ്യോ, നിനക്ക് ഉണ്ട്? അയ്യോ, അത്രയും വരുമൊന്നും വേണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, നീ ഇന്ന് പാർട്ടിയിൽ നിന്ന് പോയ സമയം മുണ്ടും മടുത്തിട്ട് എൻ്റെ മേൽ ഇങ്ങനെ കൈ കൊണ്ടിയത് കേട്ടോ, അതൊന്നും മറക്കൂല. എന്താ ഇപ്പൊ വിശേഷം? നമ്മളൊരു കോളും കൊണ്ട് വന്നിരിക്കുക നേതാവിന്. എനിക്ക് കോള് അല്ലേ? ഒരു കാര്യം ചെയ്യും, കാര്യങ്ങൾ നമുക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ചർച്ച ചെയ്യാം. ഇവിടെ എനിക്ക് ചർച്ച ചെയ്യാനോട് താല്പര്യമില്ല കേട്ടോ.